കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐ ചോദ്യം ചെയ്യലിന് ശേഷം വിജയ് ചെന്നൈയിൽ തിരിച്ചെത്തി. അപകടത്തിന്റെ ഉത്തരവാദിത്തം പ്രാദേശിക ഭരണകൂടത്തിനാണ് എന്നാണ് വിജയ് സിബിഐക്ക് നൽകിയ മൊഴി. കേസിൽ അടുത്തയാഴ്ച വിജയ് വീണ്ടും സിബിഐക്ക് മുൻപാകെ ഹാജരാകുമെന്ന് TVK അറിയിച്ചു. 4 മണിക്കൂറിൽ അധികമാണ് വിജയെ ഇന്നലെ CBI ചോദ്യം ചെയ്തത്. കരൂരിലെ പരിപാടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ആരെയാണ് ഏൽപ്പിച്ചത്? പരിപാടിക്ക് ലഭിച്ച അനുമതികൾ എന്തൊക്കെ? തദ്ദേശ ഭരണകൂടവുമായി മുൻകൂട്ടി എന്തെങ്കിലും അപകട സാധ്യത വിലയിരുത്തിയിരുന്നു? കുടിവെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു? വേദിയിൽ 7 മണിക്കൂർ വൈകിയെത്തിയതിന്റെ കാരണം? അപകടമുണ്ടായിട്ടും പ്രസംഗം തുടർന്നത് എന്തുകൊണ്ട്? തുടങ്ങിയ ചോദ്യങ്ങളാണ് CBI ചോദിച്ചത്. പരിപാടിയുടെ വിവരങ്ങൾ മുൻകൂട്ടി പ്രാദേശിക ഭരണകൂടത്തെ അറിയിച്ചിരുന്നുവെന്നും അപകടത്തിന്റെ ഉത്തരവാദിത്തം അവർക്കാണെന്നും വിജയ് മൊഴി നൽകി. ജനക്കൂട്ടം ഒഴിവാക്കാനായാണ് സംഭവസ്ഥലത്ത് നിന്ന് താൻ മടങ്ങിയതെന്നും വിജയ് മൊഴി നൽകിയതായാണ് വിവരം. CBI സമൻസിന്റെ അടിസ്ഥാനത്തിൽ അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് വിജയ് ഹാജരാകുമെന്ന് TVK നേതാവ് CTR നിർമ്മൽകുമാർ അറിയിച്ചു. അതിനിടെ ജനനായകൻ റിലീസ് വിഷയത്തിൽ വിജയ്ക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് തടഞ്ഞത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയാണ്. തമിഴ് സംസ്കാരത്തിന് നേരെയുള്ള ആക്രമണമാണിതെന്നും തമിഴ് ജനതയുടെ ശബ്ദം അടിച്ചമർത്താനുള്ള നരേന്ദ്രമോദിയുടെ നീക്കം നടക്കില്ലെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.